ഇന്ന് ചെക്ക് ചെയ്യും. ആൻഡ് ത്രൂ ഔട്ട് ദ 3 days ഞാനത് ചെക്ക് ചെയ്യും. അവരുടെ സൈഡിൽ നിന്ന് എനിക്ക് റിപ്ലൈ വന്നോ ഇല്ലയോ എന്ന് ഞാൻ നോക്കും. ഞാൻ അതുവരെ വെയിറ്റ് ചെയ്യും. 3 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും. അല്ലാതെ ഇത് ഇതിലെന്തായാലും ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ ഞാൻ മറ്റേ ആൾക്കാരെ സ്കാം ചെയ്ത് എന്നുള്ളൊരു രീതിയിലോട്ട് വന്ന് ഇതിൽ നിൽക്കാൻ ഞാൻ ഡിസേർവ്ഡ് അല്ല. കാള പറ്റുന്ന കേൾക്കുമ്പോഴേ കയറെടുത്തോണ്ട് ഓരോരുത്തന്മാർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ഇറങ്ങണം. ഇത്രേ ഉള്ളൂ. കോൺട്രവേഴ്സി കേൾക്കാൻ വന്ന എല്ലാവർക്കും ഫീൽ ഫ്രീ ടു ലീവ് ദ ലൈവ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഗൈസ്. എനിക്ക് ഇതിൽ കൂടുതൽ ആരെ ഇരുന്ന് തെറി വിളിക്കുകയോ അവരാധിക്കുകയൊന്നും വേണ്ട. ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുക. അത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ലൈവിലും ഇതിന് മുമ്പത്തെ ലൈവുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്. സോ ഇതിന് മുകളിലോട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഈവൻ ദോ ലൈക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിക്കാം. എന്തായാലും നിങ്ങൾക്ക് ചോദിക്കുകയുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിക്കാം. എന്താ നിങ്ങൾക്ക് അറിയല്ലേ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ? ആൻഡ് ഒരു കാര്യം കൂടെ ക്ലാരിഫൈ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് അൻവിന്റെ ക്ലോത്തിങ് ബ്രാൻഡ്, എൻ്റെ ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ആളുമായിട്ട് പുള്ളിയുടെ വേറെ അതർ ബിസിനസ് ആയിക്കോട്ടെ, വേറെ ഒന്നുമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനിലും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അഷ്കർ ടെക്കി ഇഷ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ബ്രോ. അറിയാത്ത കാര്യത്തിൽ അതായത് പുള്ളിക്ക് എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് ഇതുവരെ അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ലാസ്റ്റിൽ എന്താ പറഞ്ഞത് ഗൈസ്, ഞാൻ കഴിഞ്ഞ എൻ്റെ ആനാൻഷയുടെ കേസിൽ പോലും ഞാൻ എന്താ പറഞ്ഞേ, എൻ്റെ വൺ ഓഫ് ദ ഒരു ഫേവറേറ്റ് യൂട്യൂബർ ആയിരുന്നു പുള്ളി ഇത് ചെയ്തപ്പോൾ എനിക്ക് വിഷമമായി എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിൽ വെച്ച് ഗ്രഡ്ജാക്കി, ഈവൻ ദോ എൻ്റെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഇല്ലാഞ്ഞിട്ട് പോലും രാവിലെ ഞാൻ ഉറക്കം എണ്ണീറ്റപ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് എനിക്കൊരു മെൻഷൻ വരുന്നു. എന്നാൽ അറ്റ്ലീസ്റ്റ് അതെന്താണെന്നൊന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ, ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊന്ന് ജസ്റ്റ് അന്വേഷിച്ചിട്ട് അത് ചെയ്തില്ല. പകരം നേരെ ഈ ഡിഫേമേഷൻ ചെയ്തതിന് ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ലീഗലി ചെയ്തോളാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതിലിരുന്ന് കൊണയടിക്കണ്ട. ഓക്കെ, അതേ ഉള്ളൂ. എനിക്ക് ഇതിനകത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ വീഡിയോ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ബാക്കി നമുക്ക് നമ്മുടെ അടുത്ത് പ്രൂഫും കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതാണ് എൻ്റെ ഇത്. അപ്പോൾ കോൺട്രവേഴ്സി കേൾക്കാൻ വന്ന ഓഡിയൻസിനോടെല്ലാം ബൈ. വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ എന്ന് ഞാൻ നോക്കി നോക്കിക്കോട്ടെ. ഞാൻ എല്ലാ മെസ്സേജസും ഞാൻ വാട്സപ്പ് വെബിലോട്ട് ഇതയച്ചായിരുന്നു. ഇല്ല, എല്ലാം നിങ്ങളെ അയച്ചതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു. ഇത്ര സാധനമേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നുമില്ല. ഇതാണ് എനിക്ക് മെയിനായിട്ട് വന്ന ചോദ്യങ്ങൾ. ഇതാണ് ഈ തെറിവിളിയുടെ ഇതെന്തായിരുന്നു എന്നുള്ളത്. പിന്നെ ഒരു കാര്യം പറയാം, ഇങ്ങനത്തെ സ്വന്തം ഐഡന്റിറ്റി പോലും ഇല്ലാത്ത ആണും പെണ്ണും കെട്ട വർഗങ്ങൾ വന്നിരുന്ന് കമന്റ് ബോക്സിലോ ഇൻബോക്സിലോ വന്ന് എന്നെ തെറി വിളിച്ച ഇവനെയൊക്കെ, ഈ ശിഖണ്ഡി തലേനെയൊക്കെ ഞാൻ ഇങ്ങനെ ട്രീറ്റ് ചെയ്യൂ. എൻ്റെ ഇൻബോക്സിൽ തള്ളക്ക് എന്നെ വിളിക്കും. ഇവനെയൊക്കെ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ ഇത് തെറ്റാണെങ്കിൽ ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. ഇത് തെറ്റാണെങ്കിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി മൂലക്കിരുന്ന് ഇതുപോലെ വന്ന് എൻ്റെ ഇൻബോക്സിൽ വന്ന് പറയുന്നവന്മാരെയും, അതുപോലെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നവന്മാരെ ഞാൻ ഇതിനകത്ത് ഇതാക്കും. ഒരു സംശയവും. അത് തെറ്റാണെങ്കിൽ അങ്ങ് തെറ്റായിരുന്നോട്ടെ. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ കാണിച്ചു. പിന്നെ ഇങ്ങനത്തെ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ലീച്ച് ക്രിയേറ്റേഴ്സ് ഒരുപാട് പേരുണ്ട്. ജസ്റ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു.